ചേട്ടാ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവ് MLA ആണ്. അദ്ദേഹം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് ആ കേസ് പുനരന്വേഷിക്കണം, അത് ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചിട്ടാണ്, പോലീസുകാരൊന്ന് ചവിട്ടി വെച്ചിരുന്നതാണ്. യഥാർത്ഥത്തിൽ മൊത്തത്തിൽ പണി കൊടുക്കാനാണ് UDF തീരുമാനം? അങ്ങനെയല്ലേ വേണ്ടേ? 10 വർഷക്കാലം അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സേനയെ അടക്കി ഭരിച്ച് പോലീസിനെ കൊണ്ട് അവർക്കെതിരായി വരുന്ന കേസുകളെല്ലാം പൂഴ്ത്തിയ ഒരു സർക്കാർ അധികാരമൊഴിഞ്ഞ് ജനകീയ രീതിയിൽ ജനകീയമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട UDFൻ്റെ ഒരു സർക്കാർ വരുമ്പോൾ പ്രതികാരം അത് ചെയ്യാനുള്ളത് തന്നെയാണ്. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ദിവസങ്ങളിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തിനേയും അങ്ങ് മറന്നു കളയുന്ന ഒരു സംസ്കാരമുണ്ട ക്ഷമിച്ചു കളയുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി അല്ല ഇന്നിൻ്റെ കോൺഗ്രസ് പാർട്ടി. AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്തിരുന്ന VM സുധീരൻ അടക്കമുള്ളവർ നേതൃത്വം കൊടുത്തിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനമല്ല ഇന്നിവിടെയുള്ളത്. K സുധാകരനെ പോലെ, VD സതീശനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, K മുരളീധരനെ പോലെ ഒക്കെയുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺഗ്രസ് സംവിധാനമാണ് ഇന്ന് ഈ നാട്ടിലുള്ളത്. ഇന്ന് മുൻനിരയിൽ നിൽക്കുന്നവർ മുതൽ ഇങ്ങ് താഴെ അറ്റത്തെ KSU പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ വരെ അടിക്കുത്തരം മുറിപ്പത്തൽ എന്ന നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സംവിധാനമാണ്. ഗാന്ധിയൻ ആദർശങ്ങളെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലും ഗാന്ധിയൻ ആദർശങ്ങളിൽ ചിലത് നിയമപരമായി തന്നെ ചോരയ്ക്ക് പകരം ചോരയോ തലയ്ക്ക് പകരം തലയോ അല്ല. ചെയ്തു കൂട്ടിയ പ്രതികാരങ്ങൾ മുഴുവൻ അതേ നാണയത്തിൽ, ചെയ്തു കൂട്ടിയ അക്രമങ്ങൾക്ക് മുഴുവൻ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സർക്കാരുണ്ട് ഇന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ VD സതീശനും സംഘവും ഇവിടെ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് ഈ പരോൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി. അതുപോലെ തന്നെ പല കേസുകൾ, ഈ പാവപ്പെട്ട KSU കുട്ടികൾക്ക് മേൽ രക്ഷാപ്രവർത്തനം നടത്തിയ കേസുകളടക്കം അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. നമുക്ക് പാലക്കാടിൻ്റെ പ്രിയങ്കരനായിരുന്ന MLA ഷാഫി പറമ്പിൽ വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി ചെന്നപ്പോൾ ഷാഫിക്ക് നേരിടേണ്ടി വന്നത് KK ശൈലജ ടീച്ചറെയാണ്. KK ശൈലജ ടീച്ചറിന് നേരിടേണ്ടി വന്നത് കേവലം ഷാഫി പറമ്പിലിനെയോ UDF നേതൃത്വത്തെയോ മാത്രമായിരുന്നില്ല. അവിടെ പടയ്ക്കുള്ളിൽ നിന്ന് തന്നെ പണി കൊടുക്കാൻ കാത്തു നിൽക്കുന്ന പിണറായി വിജയൻ സംഘവും ശൈലജ ടീച്ചറിനെതിരെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും അനുഗ്രഹാശസ്സുകളോടെ നടത്തപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ധീരനായ രക്തസാക്ഷി TP ചന്ദ്രശേഖരൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒഞ്ചിയത്തിൻ്റെ മണ്ണ് കമ്മ്യൂണിസ്റ്റുകാരോട് പ്രതികാരം ചെയ്യാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 3 ശത്രുക്കളെ KK ശൈലജ ടീച്ചർ അവിടെ നേരിടേണ്ടി വന്നു. ഫലമോ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് KK ശൈലജ ടീച്ചറിൻ്റെ പരാജയം നമ്മൾ കാണേണ്ടി വന്നു. ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ കറതീർന്ന സഖാക്കന്മാരൊക്കെ നമ്മളെയൊക്കെ വന്ന് തെറി പിടിച്ചു. അങ്ങനെയല്ല, ശൈലജ ടീച്ചറിനെ കൊണ്ട് മാത്രമേ വടകര മണ്ണ് പിടിക്കാൻ പറ്റൂ എന്നൊക്കെ പറയും. ഒരിക്കലും ആയിരുന്നില്ല. പക്ഷേ ശൈലജ ടീച്ചറിന് അതിന് കാലിബർ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ അത് ഉണ്ടാകരുത് എന്ന വിശ്വാസം, ഉറപ്പ്, ആവശ്യം അത് LDF നേതൃത്വത്തിൻ്റെതായിരുന്നില്ല. LDF നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും സംഘത്തിനുമായിരുന്നു. ഒരു കാരണവശാലും 2026 ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ശൈലജ ടീച്ചർ ഉണ്ടാകരുത് എന്ന അവരുടെ നിർബന്ധിത ബുദ്ധി തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഉറപ്പായും ജയിച്ച് ഇന്ന് കാണുന്ന 35 അംഗങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടിയിരുന്ന KK ശൈലജ ടീച്ചറെ പേരാവൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ അവർ കോപ്പുകൂട്ടിലായിരുന്നു, മത്സരിപ്പിക്കുകയായിരുന്നു. അതങ്ങനെയാണ് സംഭവിച്ചതെന്ന ഉത്തരബോധ്യം ശൈലജ ടീച്ചറിനുള്ളത് കൊണ്ടാണ് പാർട്ടി കമ്മിറ്റികൾ അവരവരുടെ വിയോജനക്കുറിപ്പ് അറിയിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ശൈലജ ടീച്ചറിനെ വിജയിപ്പിക്കാൻ എന്ന വ്യാജേന ശൈലജ ടീച്ചറിൻ്റെ കൂടി ഇമേജ് തകർക്കാൻ വേണ്ടി ആണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കിയത് എന്ന് ഇപ്പോൾ തെളിയുകയാണ്. ഷാഫി പറമ്പലിനെ പെടുത്താൻ വേണ്ടി മാത്രമല്ല, ഒരു വെടിക്ക് 2 പക്ഷി എന്നതുപോലെ ഷാഫി പറമ്പലിനെയും KK ശൈലജയും ഒരുപോലെ പെടുത്തണമെന്ന ചിന്ത അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗാണ്. ഇത് മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പടച്ചു വിട്ടത്. സ്വന്തം ആളാണ്, മുസ്ലിമാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള വോട്ടുകളെല്ലാം ഷാഫി പറമ്പലിന് കൊടുക്കണം. അതായിരുന്നു ആ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കാഫിറാണ്, നമ്മുടെ സ്വന്തക്കാരനാണ്, അതുകൊണ്ട് വോട്ട് കൊടുക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ UDF കേസ് കൊടുത്തിരുന്നു. ആ കേസുമായി കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു, ഇതാരാണോ പുറത്തു വിട്ടത് ആ കേസ് അന്വേഷിച്ച് ആ ഫോൺ പരിശോധിച്ച് അതേപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് 20 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് കോടതി പറഞ്ഞു.
അപ്പോൾ റിപ്പോർട്ട് നേരെ പോലീസിന് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണല്ലോ, അത് അവിടെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി ഇപ്പോൾ പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗിന്റെ നേതാവാണ്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ നിരപരാധിത്വം തെളിയിക്കുക, തൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് തെളിയിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ പേരാവൂർ പോലും നമ്മൾ കണ്ടു, ടി.പി. രാമകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിച്ചത് പേരാമ്പ്രയില് എങ്ങനെയാണ് ഇതേ സാധനം തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും രമേശ് ചെന്നിത്തല എങ്ങനെയായിരിക്കും ഇതിനെ നേരിടാൻ പോകുന്നത്? അല്ല, രമേശ് ചെന്നിത്തല നേരിടുന്നതിന് മുമ്പ് പാറക്കൽ അബ്ദുള്ളയെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോകാൻ സാധിക്കില്ല. പാറക്കൽ അബ്ദുള്ളയെ സ്ഥാനാർത്ഥി ആകും, പാറക്കൽ അബ്ദുള്ളയുടെ സ്ഥാനാർത്ഥി ആകുമെന്ന് ആദ്യം പറഞ്ഞ മാധ്യമങ്ങളിലൊന്ന് നേഷൻ ന്യൂസ് തന്നെയാണ്. അതിന്റെ കാരണങ്ങൾ പലതായിരുന്നു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ വടകരയിൽ മത്സരിക്കാനെത്തിയപ്പോൾ ഒരു സ്വന്തം സഹോദരനെ പോലെ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തിൽ ഷാഫി പറമ്പിലിനൊപ്പം കട്ടയ്ക്ക് നിലപാടെടുത്ത് നിന്ന ആളാണ് ഈ പറയപ്പെടുന്ന പാറക്കൽ അബ്ദുള്ള. ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിപട്ടികയിൽ പലപ്പോഴും ആളുകൾ നിർത്താൻ ശ്രമിച്ച പേര് കൂടിയാണ് പാറക്കൽ അബ്ദുള്ളയുടേത്. ആ പാറക്കൽ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സത്യം തെളിയിക്കേണ്ടത് പാറക്കൽ അബ്ദുള്ളയുടെ കൂടി ഉത്തരവാദിത്തമാണ്. കാരണം ഒരു മുസ്ലിം ലീഗിന്റെ വിധേയനായ പ്രവർത്തകൻ എന്ന നിലയിൽ, അതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിന്റെ പ്രിയപ്പെട്ടവരിലൊരാളായി മാറി എന്ന നിലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിന്മേൽ ഒരു നല്ല നിലപാടെടുത്ത് അന്വേഷിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ പലരും വിചാരിച്ചിരുന്നത് ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നമ്മുടെ കെ.സി. വേണുഗോപാലും ഒക്കെ പരസ്പരം ഒരു മത്സരമുണ്ടായി. ഈ മത്സരത്തിന്റെ അനന്തരഫലമായി വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദവും ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി പദവും കെ.സി. വേണുഗോപാലിന് പ്രത്യേകിച്ച് പദവികളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തമ്മിലുള്ള ശത്രുത മുതലെടുത്ത് വി.ഡി. സതീശന് താല്പര്യമുള്ള വിഷയങ്ങളിൽ രമേശ് ചെന്നിത്തല വിട്ടുവന്നു. ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ള വിഷയങ്ങളെ കെ.സി. വേണുഗോപാൽ പാർട്ടി കൊണ്ട് വിട്ടുകൊണ്ട് വിചാരിച്ചിരിക്കുന്നവർക്ക് തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് തീരുമാനം വന്നതോടുകൂടി ഇവരെല്ലാം ഒറ്റ ടീമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ വികാരങ്ങൾക്കൊപ്പം തന്നെ ആദരണീയനായ രമേശ് ചെന്നിത്തലയും ആദരണീയനായ വി.ഡി. സതീശനും പാർട്ടി സംവിധാനത്തിൽ ആദരണീയനായ കെ.സി. വേണുഗോപാലും ഒപ്പം നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരിക്കുന്ന ഭാരതത്തിലെ അത്രയും പേരും കെ.സി. വേണുഗോപാലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കാരണം പാർട്ടി സംവിധാനത്തിനുള്ളിലാണ്. ആ പാർട്ടി സംവിധാനങ്ങളെ ചലിപ്പിക്കുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെയാണ്. പാർട്ടിയുടെ തീരുമാനങ്ങൾ ഹൈക്കമാൻഡിൽ നിന്ന് ഇവരെ അറിയിക്കുക എന്നുള്ളത് കെ.സി. വേണുഗോപാലിൻ്റെ ഉത്തരവാദിത്തമാണ്. തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് തന്നെയായാലും രമേശ് ചെന്നിത്തല ഇതിനകത്ത് കൃത്യമായ ഒരു തീരുമാനമെടുക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ച ചെയ്ത് ഇതിന്മേൽ അന്വേഷണം ഉണ്ടാകും. അന്വേഷണം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരിൽ ഒരുപക്ഷെ ശൈലജ ടീച്ചറും ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പല നിലപാടുകൾ ഈ ആശാവർക്കർമാരുടെ വേതന വർദ്ധനവുമായി ബന്ധപ്പെട്ട് പരാജിതനായ ധനമന്ത്രി കൊട്ടാരക്കരയുടെ ഇപ്പോഴത്തെ MLA KN ബാലഗോപാൽ അടക്കമുള്ളവർ UDF സർക്കാരിനെതിരെ തിരിച്ചപ്പോൾ കൃത്യമായ നിലപാട് പറഞ്ഞത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ പറഞ്ഞ 3000 രൂപയെങ്കിൽ 3000 രൂപ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ വർധനം ഉണ്ടാകുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വരും ദിവസങ്ങളിൽ നോക്കിയിട്ട് കൂടുതൽ വർദ്ധിപ്പിച്ച് കൊടുത്താൽ അതും സന്തോഷം എന്ന നിലപാട് UDF സർക്കാരിനൊപ്പം നിന്ന ഇടതുപക്ഷ നേതാവ് കൂടിയാണ് ശൈലജ ടീച്ചർ എന്ന് നമ്മൾ മറക്കാതെ പോകുന്നില്ല. ഇടതുപക്ഷം അങ്ങനെയൊന്നും അവസാനിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി അവർ നൽകിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇനിയിപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ അങ്ങനെ എവിടെയെങ്കിലും കോർപ്പറേഷനിലേക്കൊക്കെ ശൈലജ ടീച്ചറിനെ മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത്രയും നാളും ഒരു വനിതാ നേതാവ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒന്നാണ്. ഇപ്പോൾ R.ബിന്ദുവിനെ പോലെയൊക്കെയുള്ളവർ വന്ന് വി.ഡി. സതീശൻ്റെ മേനോൻ പ്രയോഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ പേരല്ലേ പറയാൻ പറ്റൂ. അച്ഛനുള്ളവർ അച്ഛൻ്റെ ഒരു പേര് പറയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരൊക്കെ രാഷ്ട്രീയത്തിൽ സജീവമായില്ലെങ്കിലും അത്രയ്ക്കെത്താക്കെയുള്ളൂ. ശൈലജ ടീച്ചറിനെ പോലെയൊക്കെ ഉള്ളവർ സജീവമായി രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിലുണ്ട്. എന്തായാലും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന്മേൽ കേസന്വേഷണം നടക്കണം. ഉറപ്പായും അതിൻ്റെ കുറ്റക്കാരെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക തന്നെ വേണം.